ദിവസമാണത്? ഏത് ദിവസമാണ്? യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ദിവസമാണ്. ആ യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ദിവസം രണ്ട് ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് പോവുകയാണ്. ജെറുസലത്തിൽ നിൽക്കാതെ എമ്മാവൂസിലേക്ക് പോവുകയാണ്. എന്താണ്, അവർ പിക്നിക്കിന് പോയതാണോ, സൈറ്റ് സീയിങ് എക്സ്കർഷന് പോയതാണോ? എന്താണ് അവർ പോകാൻ കാരണം? എന്തിനാണോ അവർ പോയത് എമ്മാവൂസിലേക്ക്? എന്തുകൊണ്ടാണ് ജെറുസലത്തിൽ നിൽക്കാതിരുന്നത്? ജെറുസലത്തിൽ നിൽക്കാതിരുന്നത് അവർക്ക് ഭയമായിരുന്നു. എന്തിനെ ഭയപ്പെട്ടു? ആരെ ഭയപ്പെട്ടു? യഹൂദ പ്രമാണിമാരെ ഭയപ്പെട്ടു. യഹൂദ പ്രമാണിമാർ യേശുവിനെ വധിച്ചു, ഇനിയും ഇപ്പോൾ ഞങ്ങളെയാണ് പിടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവർക്ക് വലിയ ഭയമാണ്. യേശുവിൻ്റെ മരണത്തിൽ അവർക്ക് ദുഃഖമുണ്ട്, നിരാശയുണ്ട്, വേദനയുണ്ട്. അങ്ങനെ എല്ലാ നെഗറ്റീവ് വികാരങ്ങളും നിറഞ്ഞ് ഈ ശിഷ്യന്മാർ രണ്ടുപേരും തീരുമാനിച്ചു, ജെറുസലം വിട്ടുപോയേക്കാം, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമുള്ള സ്ഥലത്തു നിന്ന് അവർ വിട്ടു എറിഞ്ഞു പോവുകയാണ്. ആ ദിവസം അവർ രണ്ടുപേർ ജെറുസലേമിൽ നിന്നും 60 സ്ഥാദിയോൺ അകലെയുള്ള, എത്രയാണ് 60 സ്ഥാദിയോൺ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 11 കിലോമീറ്റർ ദൂരമുള്ള അങ്ങോട്ട് നടന്നു പോവുകയാണ്. അപ്പം എന്താണ് സംഭവിച്ചത്? അടുത്ത വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. യേശുവിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോവുകയാണ്. സംസാരിക്കുകയും വാദിക്കുകയും ചെയ്യുന്നു. എപ്പോഴാണ് വാദിക്കുന്നത് മനുഷ്യരെ? ഒരാൾ ഒന്ന് പറഞ്ഞ് മറ്റേയാൾ വേറൊരു രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, അല്ലേ? അഭിപ്രായ ഐക്യമില്ലാത്ത അവസ്ഥയിലാണ് ഈ വാദപ്രതിവാദം ഉണ്ടാകുന്നത്. അവരുടെ ഇടയിൽ പല കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ ഐക്യം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഒറ്റ കാര്യത്തിൽ അഭിപ്രായ ഐക്യം ഉണ്ട്. എന്താണ്? സ്ഥലം വിട്ടു പോയേക്കാം, ജെറുസലം വിട്ടു പോയേക്കാം എന്നുള്ള ആ ഒരൊറ്റ കാര്യത്തിൽ ഐക്യം ഉണ്ടായിരുന്നു. ബാക്കി പല കാര്യങ്ങളിലും അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ വാദപ്രതിവാദം നടത്തിക്കൊണ്ട് പോകുന്ന ആ ശിഷ്യന്മാരുടെ കൂടെ ഈശോ യാത്ര ചെയ്തു. അതാണ് സദ്വാർത്ഥം. കർത്താവിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ ശിഷ്യത്വം ഉപേക്ഷിച്ച് പടിയിറങ്ങിയവരാണ്. ആ ശിഷ്യത്വം ഉപേക്ഷിച്ച് പോകുന്നവരെയും ഉപേക്ഷിക്കുന്നവനല്ല കർത്താവ് എന്നുള്ള വലിയ സദ്വാർത്ഥം നമുക്കവിടെ കാണുവാൻ സാധിക്കും. വലിയ അനുഗ്രഹം. കർത്താവിനെ ഇവർ ഉപേക്ഷിച്ച് പോവുകയാണ്, ജെറുസലം വിട്ടുപോവുകയാണ്, ശിഷ്യത്വം ഉപേക്ഷിച്ച് പോവുകയാണ്. ആ ശിഷ്യന്മാരെ മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ വേദന മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കൂടെ നടക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിലെ ഓരോ വേദനയും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളുമൊക്കെ നമ്മൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തനിയെയെല്ലാം അവൻ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. ആ ശിഷ്യന്മാർക്ക് പക്ഷേ യേശുവിനെ കാണാൻ സാധിച്ചില്ല. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ട അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വലിയ സത്യം മനസ്സിലാക്കാതെ നമ്മളും കണ്ണുകൾ മൂടപ്പെട്ട അവസ്ഥയിൽ അവനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം. ഈശോ കൂടെ ഉണ്ടായിട്ടും ഈ ശിഷ്യന്മാർ തിരിച്ചറിവില്ലാത്ത രണ്ട് ശിഷ്യന്മാരാണ് അവർ. യേശു നമ്മുടെ കൂടെ യാത്ര ചെയ്തു, അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായി നിന്നു. യേശു അവരോട് ഒരു ചോദ്യം ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് ചോദിച്ചു. അവരതിന് ഉത്തരം പറയാനുള്ള ശക്തിയില്ലാതെ മ്ലാനവദരായിട്ട് നിൽക്കുകയാണ്. മ്ലാനവദരായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ ഉള്ളിൽ വലിയ സങ്കടവും നിരാശയും എല്ലാമാണ്, ദുഃഖവുമാണ്. അവരുടെ മനസ്സിൻ്റെ വേദനകൾ, ഉള്ളിലെ വേദനകൾ ഇതാ മനസ്സിൻ്റെ കണ്ണാടിയായ മുഖം ഇതാ ഏറ്റെടുത്തിരിക്കുന്നു. അതേ, മനസ്സിൻ്റെ വിങ്ങലുകൾ നമ്മുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടും. ചില വേന്ദ്രന്മാരുണ്ട്, അവർ മനസ്സിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ഇങ്ങനെ വളരെ ചിരിയൊക്കെ മുഖത്ത് ഫിറ്റ് ചെയ്തുകൊണ്ട് അഭിനയിക്കുന്നവരുണ്ട്. എത്ര നാൾ അഭിനയിക്കാൻ പറ്റും? അത് നമുക്ക് ഒളിച്ചു വെക്കാനാവില്ല. ഉള്ളിലെ വിങ്ങലുകൾ പുറത്തു വരിക തന്നെ ചെയ്യും. ഈ ശിഷ്യന്മാരുടെ ഉള്ളിലെ വിങ്ങലുകളും വേദനകളുമൊക്കെ അവരുടെ മുഖത്ത് കാണുവാൻ സാധിക്കും. അവർ മ്ലാനമദനരായിരുന്നു. അതെ, ആധുനിക മെഡിക്കൽ സയൻസ് പറയാറുണ്ട്, നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് വികാരങ്ങളും ആദിവ്യാധികളും സംഘർഷങ്ങളുമൊക്കെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ, അത് കുറേ നാളിങ്ങനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന്? എന്താണ്?
അത് രോഗമായിട്ട് പ്രത്യക്ഷപ്പെടും. അങ്ങനെയുള്ള രോഗങ്ങളെ മെഡിക്കൽ സയൻസ് എന്താണ് പേര് വിളിക്കുന്നത്? എന്താണ് ആ അങ്ങനെയുള്ള രോഗങ്ങളുടെ പേര്? അതാണ് സൈക്കോസൊമാറ്റിക് ഡിസീസസ്. മനസ്സിൻ്റെ ആദിവ്യാധികൾ വർദ്ധിച്ച് വന്ന് അതുമായിട്ട് ഇങ്ങനെ കൊണ്ടു നടന്ന് അവസാനം അത് ശരീരത്തെ കാർന്നു തിന്നുന്ന രോഗമായി മാറുന്നു. പെപ്റ്റിക് അൾസർ, സോറിയാസിസ് തുടങ്ങിയ രോഗങ്ങൾ ഒരു നീണ്ട നിര തന്നെയുണ്ട്. മനസ്സിൻ്റെ താളം തെറ്റലിലൂടെ, ആദിവ്യാധികളിലൂടെ ഉണ്ടാകുന്ന ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾ. ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതാണ് മനസ്സിൻ്റെ താളം തെറ്റൽ ഇവരുടെ ശരീരത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവർ മ്ലാനമതരായിട്ട് നിൽക്കുകയാണ് നമ്മുടെയും ജീവിതത്തിൽ. അതുകൊണ്ട് മനസ്സിൻ്റെ മേഖലയിൽ വലിയ വിശുദ്ധീകരണവും ശാക്തീകരണവും സംഭവിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിൽ വിദ്വേഷം കൊണ്ട് നടക്കുന്നവർ, മനസ്സിൽ ദുഃഖം കൊണ്ട് നടക്കുന്നവർ, ഭയം കൊണ്ട് നടക്കുന്നവർ, ഇവരെല്ലാം ശരീരത്തിൻ്റെ മേഖലയിലേക്ക് രോഗികളായിട്ട് കടന്നു വരാനുള്ള സാധ്യത ഏറെയുണ്ട് എന്ന് വൈദ്യശാസ്ത്രം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മനസ്സിൻ്റെ മേഖലയിൽ വലിയൊരു ശാക്തീകരണം നമുക്ക് ആവശ്യമാണ്. ഇന്ന് കർത്താവ് നമ്മുടെ മനസ്സിൻ്റെ മേഖലയിൽ വലിയ ശാക്തീകരണം നടത്തും, വലിയ ശുദ്ധീകരണം നടത്തും. നമ്മുടെ മനസ്സിനെ അവിടെ നിന്ന് വിശുദ്ധീകരിക്കും, ശക്തിയുള്ളതാക്കി മാറ്റും. സംശയമുണ്ടോ? സംശയമുള്ളവർക്ക് ഇപ്പം തന്നെ ഇറങ്ങിപ്പോകാം. കാരണം അവരിരുന്നിട്ട് കാര്യമില്ല. എല്ലാവരും സംശയമൊന്നുമില്ല. നിങ്ങൾക്കാര്യത്തിൽ വളരെ ബോധ്യമുണ്ടെന്ന് ഉറപ്പാണ്. നിങ്ങളുടെ മുഖം അതാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടുകൂടെ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ആ പ്രതീക്ഷിക്കാൻ ഒത്ത് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മനസ്സിൻ്റെ ആദിവ്യാധികൾ കാരണം ഇവർക്ക് ഒരു വാക്ക് ഉച്ചരിക്കാനുള്ള ശക്തി പോലുമില്ല. അവർ മ്ലാനവതനായിട്ട് വേദനയോടുകൂടി ഈ ചോദ്യത്തിന് മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. മ്ലാനവതരായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അടുത്ത നിമിഷം അവരിൽ നിന്ന് ഒരു പ്രതികരണം നമ്മൾ കേൾക്കാൻ സാധിക്കുന്നു. അതിലേക്ക് നമുക്ക് വരാം. അവരിൽ ക്ലെയോപ്പാസ് എന്ന് പേരായവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? ഏത് കാര്യങ്ങളാണ് എന്ന് ചോദിച്ചപ്പോൾ, ഈ ദിവസം ജെറുസലേമിൽ നടന്ന സംഭവം നിനക്കറിയില്ലേ? ഇവിടെ നടന്ന പ്രമാദമായ കാര്യങ്ങൾ ഇവിടെയുള്ള കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാമല്ലോ, നിനക്ക് മാത്രം ഇതൊന്നും അറിയില്ല അല്ലേ? ഇവിടെ യേശു ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണോ ഇത്? യേശു ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന്. അതിന് ഉത്തരമാണോ ഇവർ പറയുന്നത്? ആണോ? ഉത്തരമാണോ? അല്ല, ഉത്തരമല്ല. അവർ വേറൊരു ചോദ്യകർത്താവിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറയുന്നതിന് പകരം വേറൊരു ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്. എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ചോദിച്ചപ്പോൾ, നീ ഇതൊന്നും അറിയാത്ത അപരിചിതനാണോ എന്ന് ചോദിക്കുകയാണ്. ചില മനുഷ്യരുണ്ട്, അവരോട് നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സമയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്നലത്തെ സമയമായി തർക്കുത്തരം പറയുന്നവരുണ്ട്. ചിലരിങ്ങനെ വേദനിച്ചൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കാമെന്ന് വിചാരിച്ച് അവരുടെ അടുത്ത് നിന്ന് പുറത്തേക്ക് തട്ടി, എന്നാ സഹോദര എന്താ സുഖമാണോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവരിങ്ങനെ ചിലപ്പം പ്രതികരിക്കാറുണ്ട്. ഒരാളിങ്ങനെ പ്രതികരിക്കുന്നുണ്ടായി, ഇപ്പം അറിഞ്ഞിട്ട് എന്നാ കാര്യമൊന്നും. എൻ്റെ പൊന്നെ, പേടിച്ചു പോയി. നമ്മൾ സമാധാനമായിട്ട് ശാന്തമായിട്ട് ഒരു ചോദ്യം ചോദിച്ചതാണ്, ഇത് സുഖമാണോ എന്ന് ചോദിച്ചതാണ്. ഇപ്പം അറിഞ്ഞിട്ട് എന്നാ കാര്യം, ഇതിനൊക്കെ ശരിയാക്കുമോ ഇതൊക്കെ? വളരെ ആനുപാതികമല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നവരെ കാണാറുണ്ട്. ആനുപാതികമല്ലാത്ത രീതിയിൽ. എന്തുകൊണ്ടാണ് അവരിങ്ങനെ പ്രതികരിക്കുന്നത്? നമ്മൾ ശാന്തമായിട്ടൊരു ചോദ്യം ചോദിച്ചേ ഉള്ളൂ, അവരിങ്ങോട്ട് വെട്ടുബോധനം പോലെ ഇങ്ങനെ കടന്നു വരികയാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ചിലരിങ്ങനെ പ്രതികരിക്കുന്നത്? ആനുപാതികമല്ലാത്ത രീതിയിൽ, പ്രൊപ്പോർഷനേറ്റ് അല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ്?